ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ 2020-21 സാമ്പത്തിക വർഷത്തെ ITR ഫയലിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. ഈ വർഷത്തെ ITR ഫയലിങ്ങിന് ഒരു പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ വർഷത്തെ വരെ നമ്മൾ ചെയ്തിരുന്ന ഇൻകം ടാക്സ് പോർട്ടലിലല്ല ഇത് ചെയ്യുന്നത്, പുതിയ ഇൻകം ടാക്സ് പോർട്ടലിലാണ്. അപ്പം ഈ പുതിയ ഇൻകം ടാക്സ് പോർട്ടലിലെ നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പം എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. incometax.gov.in എന്നാണ് പുതിയ ഇൻകം ടാക്സ് പോർട്ടലിൻ്റെ അഡ്രസ്സ്. അപ്പം ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് നമുക്ക് ലോഗിൻ കാണാം. അപ്പോൾ ലോഗിൻ ചെയ്യുക. ഓൾറെഡി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആളല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇവിടെ ഡു യു ഹാവ് ആൻ അക്കൗണ്ട് എന്ന് രജിസ്റ്റർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് രജിസ്റ്റർ പാൻ ഓൾറെഡി രജിസ്റ്റേർഡ് അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ലോഗിൻ ചെയ്യാവുന്നതാണ്. പാൻ നമ്പർ അടിച്ച് കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം ചെക്ക് ബോക്സ് ടിക്ക് ചെയ്തതിന് ശേഷം പാസ്വേഡ് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ലോഗിൻ ആയിട്ടുണ്ട്. ലോഗിൻ ആകുമ്പോൾ നമുക്ക് നമ്മളുടെ ഡാഷ്ബോർഡ് കാണാം. ഇവിടെ നമ്മുടെ പ്രൊഫൈൽ സ്റ്റാറ്റസ് എത്ര ശതമാനം കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്നുള്ളത് കാണാം. അപ്പം ഈ കേസ് 75% എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ പ്രൊഫൈലിൽ നമ്മൾ ഫുള്ളായിട്ട് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതനുസരിച്ചായിരിക്കും നമ്മളുടെ ഡീറ്റെയിൽസ് പ്രീ ഫില്ലാകുന്നത്. അപ്പോൾ നമുക്കിവിടെ അപ്ഡേറ്റ് പ്രൊഫൈൽ കൊടുത്ത് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ഡയറക്റ്റായിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ എങ്ങനെയാണ് ഫയൽ ചെയ്യുന്നത്, ITR 1ൻ്റെ കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. ITR 1 എങ്ങനെയാണ് ഫയൽ ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പം ഇ ഫയൽ എന്ന ടാബിലാണ് നമ്മുടെ ഇൻകം ടാക്സ് റിട്ടേൺ ഉള്ളത്. അപ്പോൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുൻപായിട്ട് ആദ്യം തന്നെ നമുക്ക് ഫോം 26AS ഒന്ന് ചെക്ക് ചെയ്യാം. 26AS എന്ന് പറയുന്നത് നമ്മുടെ TDS, TCS ക്രെഡിറ്റുകൾ, അഡ്വാൻസ് ടാക്സ് അടച്ച കാര്യങ്ങൾ തുടങ്ങിയതൊക്കെ കാണുന്ന ഫോമാണ്. ഇവിടെ നമുക്ക് ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് പ്രൊസീഡ് കൊടുക്കാവുന്നതാണ്. വ്യൂ ടാക്സ് ക്രെഡിറ്റ് ഫോം 26ASൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അസസ്മെൻറ്റ് ഇയർ 2021-22 കൊടുക്കുക. വ്യൂ ആസ് HTML കൊടുത്ത് വ്യൂ ഓർ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. ഇത് നമുക്ക് PDF ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാനും പറ്റുന്നതാണ്. ഇനി ഇവിടെ നമുക്ക് താഴെ ഇതിൻ്റെ അകത്ത് TDS ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ TCSൻ്റെ ഡീറ്റെയിൽസ്, അഡ്വാൻസ് ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതുപോലെ കഴിഞ്ഞ വർഷങ്ങളിൽ റീഫണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ റീഫണ്ടിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നതാണ്. ഇവിടെ റീഫണ്ട്, അങ്ങനെ കഴിഞ്ഞ വർഷത്തെ റീഫണ്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് എമൗണ്ട് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവാം. അതായത് നമ്മൾ 100 രൂപ ആണ് റീഫണ്ട് ഉള്ളത് എങ്കിൽ, സപ്പോസ് 100 രൂപയാണെങ്കിൽ 10 രൂപ ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ 10 രൂപ നമ്മുടെ ഈ വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേണിൽ നമ്മൾ ഇൻകമായിട്ട് കാണിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചോളുക. അപ്പോൾ ഇത് നമ്മുടെ ഫോം 16-ഉമായിട്ട് ഈ 26ASലെ ഫിഗേഴ്സ് മാച്ച് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫയൽ ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ഫയലിലെ ഇൻകം ടാക്സ് റിട്ടേൺസിൽ ഫയൽ ഇൻകം ടാക്സ് റിട്ടേൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് അസസ്മെൻറ്റ് ഇയർ 2021-22 സെലക്ട് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുക. മോഡ് ഓഫ് ഫയലിംഗ് നമുക്ക് ഓൺലൈൻ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ഫ്രഷ് ആയിട്ടുള്ള പുതിയൊരു ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ സ്റ്റാർട്ട് ന്യൂ ഫയലിംഗ് ഒരു ബട്ടൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മളുടെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് കൊടുക്കാം. ഇൻഡിവിജ്വൽ, HUF, അതേഴ്സ്. ഇൻഡിവിജ്വലാണ്, ഇൻഡിവിജ്വൽ കൊടുത്ത് കണ്ടിന്യൂ ചെയ്യാം. ഇനി ഇവിടെ നമുക്ക് ഏത് ITR ഫോമാണ് യൂസ് ചെയ്യേണ്ടത് എന്നാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഏത് ഫോമാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കത് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി അത് അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊസീഡ് ബട്ടൺ, ഇവിടെ കാണുന്ന പ്രൊസീഡ് ബട്ടൺ കൊടുത്തിട്ട് ഏത് ഫോമാണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് ഈ കണ്ടീഷൻസ് വായിച്ച് നോക്കാവുന്നതാണ്. അപ്പം ഈ ഓരോ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ആളാണെങ്കിൽ, ITR 1 ആണെങ്കിൽ ഏതൊക്കെ ഇൻകമാണ് വരുന്നതെന്ന് കൊടുത്തിട്ടുണ്ട്. ITR 2ഉം അതുപോലെ ITR 4ഉം ആണെങ്കിൽ ഏതൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം അതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻകം ഏതാണെന്ന് നോക്കി അതനുസരിച്ച് ഫോം സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമുക്ക് ITR 1 ആണ് ഞാൻ ചെയ്യുന്നത്.
അപ്പോൾ ITR 1 കൊടുത്തതിന് ശേഷം പ്രൊസീഡ് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇവിടെ നമുക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് ഈ റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണ്ടതെന്ന് കാണാം. അപ്പോൾ ഫോം 16 സാലറീഡ് പേഴ്സൺ ആയത് കാരണം ഫോം 16, അതുപോലെ ഹൗസ് റെൻറ്റ് റെസിപ്റ്റ്, പിന്നെ നമ്മുടെ ഡിഡക്ഷൻസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെയൊക്കെ റെസിപ്റ്റ് തുടങ്ങിയ കാര്യങ്ങളാണ് വേണ്ടത്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ആദ്യം തന്നെ നമുക്കൊരു ക്വസ്റ്റ്യൻ കാണാം. എന്തുകൊണ്ടാണ് ആർ യു ഫയലിംഗ് ഇൻകം ടാക്സ് റിട്ടേൺ ഫോർ എനി ഓഫ് ദ ഫോളോയിങ് റീസൺസ്? അപ്പോൾ ഇവിടെ നമ്മൾ ടാക്സബിൾ ഇൻകം ബേസിക് എക്സംഷൻ ലിമിറ്റ് കൂടുതലായോണ്ടെന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ 7th പ്രൊവിസോ ടു 139(1) നമ്മളത് നേരത്തെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പം അതിലേതെങ്കിലും സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ടാണോ അതോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണോ ഈ റിട്ടേൺ ഫയൽ ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. അതായത് ചിലപ്പോൾ ബേസിക് എക്സംഷൻ ലിമിറ്റിൽ താഴെയാണ്, അതുപോലെ ഈ കണ്ടീഷൻസ് ഒന്നും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിലും നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നവരുണ്ടാകാം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതേഴ്സ് സെലക്ട് ചെയ്യാം. ഈ കേസിൽ ബേസിക് എക്സംഷൻ ലിമിറ്റ് കൂടുതലുള്ളതാണ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത്. അത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് കണ്ടിന്യൂ കൊടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ ഒരു പോപ്പപ്പ് കാണാം. വി ഹാവ് പ്രീഫിൽഡ് യുവർ റിട്ടേൺ ബേസ്ഡ് ഓൺ ഇൻഫർമേഷൻ അവൈലബിൾ വിത്ത് ദ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. പ്ലീസ് കൺഫേം ദാറ്റ് ദ ഡീറ്റെയിൽസ് ഇൻ ഈച്ച് സെക്ഷൻ ആർ കറക്റ്റ് ടു പ്രൊസീഡ്. ഓക്കെ, നമ്മളുടെ ഡീറ്റെയിൽസ് പ്രീഫില്ലായി വന്നിട്ടുണ്ട്. അപ്പോൾ പ്രീഫില്ലായ ഡീറ്റെയിൽസ് നമുക്ക് ചെക്ക് ചെയ്ത് കൺഫേം ചെയ്താൽ മതിയാകും. ബാക്കിയുള്ള ഡീറ്റെയിൽസ് മാത്രം നമ്മൾ ഫ്രഷ് ആയിട്ട് എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം തന്നെ പേഴ്സണൽ ഇൻഫർമേഷൻ ആണ് വരുന്നത്. അപ്പോൾ പേഴ്സണൽ ഇൻഫർമേഷൻ ടാബിൽ നമുക്കൊന്ന് കയറി നോക്കാം. ഇവിടെ നമ്മുടെ പ്രൊഫൈലിൽ ആദ്യം നമ്മളുടെ നെയിം, പാൻ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, ആധാർ നമ്പർ എന്നിവ കാണാം. അപ്പം അതൊന്ന് ചെക്ക് ചെയ്യുക, കറക്റ്റ് ആണോ എന്ന് നോക്കുക. അത് കഴിഞ്ഞ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ട്. അവിടെ നമ്മളുടെ അഡ്രസ്സ്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID എന്നിവ കാണാം. എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. നേച്ചർ ഓഫ് എംപ്ലോയ്മെൻറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഫയലിംഗ് അണ്ടർ സെക്ഷൻ, ഇത് നമ്മൾ ഡ്യൂ ഡേറ്റിന് മുന്നേ തന്നെ ഫയൽ ചെയ്യുന്നതായതുകൊണ്ട് സെക്ഷൻ 139(1) ആണ്. ഇനി താമസിച്ചാണ് ഫയൽ ചെയ്യുന്നത്, ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ബിലേറ്റഡ് 139(4) സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനിയും ഒറിജിനൽ റിട്ടേൺ ഫയൽ ചെയ്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് കാരണം നമ്മൾ റിവൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 139(5) റിവൈസ്ഡ് റിട്ടേൺ സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റ് സെക്ഷൻസ് നമുക്ക് കാണാം. അപ്പം ഈ ഡ്യൂ ഡേറ്റിന് മുന്നേ ഫയൽ ചെയ്യുന്നവരാണെങ്കിൽ 139(1) സെലക്ട് ചെയ്ത് നമുക്ക് പ്രൊസീഡ് ചെയ്യാം. അതുപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ആർ യു ഓപ്റ്റിംഗ് ഫോർ ന്യൂ ടാക്സ് റിജൈം അണ്ടർ സെക്ഷൻ 115 BAC? അപ്പോൾ നമുക്കെല്ലാം അറിയാം, ഈ വർഷം മുതൽ നമ്മുടെ ടാക്സ് സ്ലാബ് ചേഞ്ച് ഉണ്ട്. അതായത് 115 BAC എന്ന സെക്ഷനിൽ നമുക്ക് ഡിഡക്ഷൻസ് ഒന്നുമില്ലാതെ ടാക്സ് റേറ്റ്, അതായത് 5%, 10%, 15% അങ്ങനെ ഡിഫറെൻറ്റ് സ്ലാബിലുള്ള റേറ്റ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പം അതിനെപ്പറ്റിയുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആരൊക്കെയാണ് പുതിയ സ്ലാബ് സെലക്ട് ചെയ്യേണ്ടത്, ആർക്കൊക്കെയാണ് പഴയ സ്ലാബ് സെലക്ട് ചെയ്യുന്നത് പ്രയോജനകരമെന്നുള്ളത്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ കേസിൽ ഞാൻ പുതിയ ടാക്സ് റേറ്റ് സെലക്ട് ചെയ്യുന്നില്ല. കാരണം ഇദ്ദേഹത്തിന് ഡിഡക്ഷൻസ് ഉള്ള ഒരാളുടെ റിട്ടേൺ ആണ് ഫയൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ ടാക്സ് റിജൈമല്ല, പഴയത് തന്നെ ചൂസ് ചെയ്യുന്നത്. ഡിഡക്ഷൻസ് ഒരുപാടുള്ള ആളായതുകൊണ്ട് നമ്മൾ പഴയത് തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നോ കൊടുത്ത് നമുക്ക് പ്രൊസീഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ബാങ്ക് ഡീറ്റെയിൽസ് കാണാം. ഇവിടെ ഏത് ബാങ്കിൻ്റെ അക്കൗണ്ടാണോ നമുക്ക് റീഫണ്ടിന് വേണ്ടത് ആ അക്കൗണ്ട് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം റീഫണ്ടിന് വേണ്ടിയിട്ട്. ഇതിലെ അക്കൗണ്ടുകളൊക്കെ വാലിഡേറ്റഡ് ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. വാലിഡേറ്റഡ് ആയിട്ടുള്ള ഒരു അക്കൗണ്ട് റീഫണ്ടിന് വേണ്ടി സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും സെലക്ട് ചെയ്ത് നമുക്ക് കൺഫേം കൊടുക്കാം. ഓക്കെ, അപ്പം ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാം പേഴ്സണൽ ഇൻഫർമേഷനിൽ കൺഫേംഡ് എന്നൊരു ബട്ടൺ കാണാം. അതായത് നമ്മൾ അതെല്ലാം ചെക്ക് ചെയ്ത് കൺഫേം ചെയ്തിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അടുത്ത ടാബ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അത് നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം ആണ്. അപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്നുള്ള ടാബ് സെലക്ട് ചെയ്ത് ഇവിടെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കാണാം വരും. അപ്പോൾ ഇവിടെ നമുക്ക് സ്പെഷ്യൽ കോമ്പൻസേറ്ററി അലവൻസ് ഇവിടെ ഞാനിപ്പം S കൊടുക്കുകയാണ്. അപ്പോൾ S കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്കതിൻ്റെ എമൗണ്ട് കൊടുക്കാനുള്ള ഒരു കോളം വരും. അപ്പോൾ അവിടെ നമുക്ക് അതിൻ്റെ എമൗണ്ട് എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്.
അതുപോലെ വേറെ ഏതെങ്കിലും അലവൻസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് എസ് കൊടുത്ത് അതിൻ്റെ എമൗണ്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. നോ എന്ന് കൊടുക്കണമെന്ന് ഇല്ലെങ്കിൽ തന്നെ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മുടെ ഇൻകം ഫ്രം സാലറി ആണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഫോം 16, നമ്മുടെ കയ്യിലുള്ള ഫോം 16 നോക്കി നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ എഡിറ്റ് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഫോം 16 കാണുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ ഈ ഇൻകം ടാക്സ് ഫോമും ഉള്ളത്. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് ഈ സാലറിയുടെ എമൗണ്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സാലറിയുടെ എമൗണ്ട് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഓട്ടോ ഫില്ലായിട്ട് തന്നെ വരുന്നതാണ്. അപ്പം അതിനുശേഷം പ്രൊഫഷൻ ടാക്സ് ഉണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പം ഇൻകം ചാർജബിൾ അണ്ടർ ദ ഹെഡ് സാലറി കിട്ടും. ഫോം 16 ചെക്ക് ചെയ്യുക മാച്ച് ആണെന്നുള്ളത്. മാച്ച് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. അടുത്ത ഹെഡ് എന്ന് പറയുന്നത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയാണ്. ഇവിടെ നമ്മൾ ആഡ് ഓർ എഡിറ്റ് ഡീറ്റെയിൽസ് ഓഫ് ബ്രേക്കപ്പ് സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മുടെ ടൈപ്പ് ഓഫ് ഹൗസ് പ്രോപ്പർട്ടി ചോദിക്കുന്നുണ്ട്. അത് സെൽഫ് ഒക്യുപ്പൈഡ് ആണോ അതോ ലെറ്റ് ഔട്ട് ആണോ എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മളിവിടെ സെൽഫ് ഒക്യുപ്പൈഡ് ആണെങ്കിൽ സെൽഫ് ഒക്യുപ്പൈഡ് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും ഹൗസിംഗ് ലോൺ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ എമൗണ്ട് നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇതിൽ നമ്മുടെ ITR 1 ഒരു ഹൗസ് പ്രോപ്പർട്ടി ഉള്ളവർക്ക് മാത്രമേ ITR 1 ഫയൽ ചെയ്യാൻ പറ്റൂ. ഒന്നിലധികം ഹൗസ് പ്രോപ്പർട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ITR 2 യൂസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്, അത് ആഡ് കൊടുക്കുക. ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടി ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് ഒരു നെഗറ്റീവ് ഫിഗർ ആയിട്ട് വരും. അത് സാലറിയിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ ഗ്രോസ് ടോട്ടൽ ഇൻകം വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് കൺഫേം ചെയ്യാം. ഇപ്പോൾ 2 ടേബിൾ കഴിഞ്ഞിട്ടുണ്ട്. പേഴ്സണൽ ഇൻഫർമേഷനും കഴിഞ്ഞു, അതുപോലെ ഗ്രോസ് ടോട്ടൽ ഇൻകം കഴിഞ്ഞു. അത് 3ാമത്തെ ടേബിൾ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഓരോന്ന് കംപ്ലീറ്റ് ആകുമ്പോൾ മാത്രമേ അടുത്ത് നമുക്ക് ഫില്ല് ചെയ്യാൻ വരുള്ളൂ. ഇപ്പം ടോട്ടൽ ഡിഡക്ഷൻ ഫില്ല് ചെയ്യാതെ നമുക്ക് ടാക്സ് പെയ്ഡ് ഡയറക്റ്റ് പോയി ഫില്ല് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ടോട്ടൽ ഡിഡക്ഷൻസ് സെലക്ട് ചെയ്യാം. ഇവിടെ ഏതൊക്കെ ഡിഡക്ഷൻസ് ആണ് നമുക്ക് ഉള്ളത് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇവിടെ ഞാനിവിടെ 80C കൊടുക്കുന്നുണ്ട്. 80Cയുടെ എമൗണ്ട് കൊടുക്കണം. അതിനുശേഷം വേറെ ഏതെങ്കിലും ഡിഡക്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ ഡൊണേഷനും കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പം ഡൊണേഷൻ നമുക്ക് 80G ആണ്. 80Gയുടെ വേറെ ഷെഡ്യൂളാണുള്ളത്. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. വേറെ ഏതെങ്കിലും ഡിഡക്ഷൻസ് ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, എന്നാൽ നമ്മൾ കണ്ടിന്യൂ കൊടുക്കുകയാണ്. ഇവിടെ 80C ഡിഡക്ഷൻസ് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് 80G ഇവിടെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇഫ് യു ആർ എൻറ്റൈറ്റിൽഡ് ടു എനി അതർ ക്ലെയിംസ് പ്ലീസ് സെലക്ട് ടു ക്ലെയിം സച്ച് എലിജിബിൾ ഡിഡക്ഷൻസ്. ഇവിടെ 80CCD2 നമ്മുടെ NPSൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാനുള്ള സ്ഥലമാണ്. ഇവിടെ 80G ഡൊണേഷൻസിൻ്റെത് കൊടുക്കാം. ഇവിടെ ആഡ് 80G കൊടുക്കുക. ഇവിടെ നമുക്ക് ഡൊണേഷൻ ടൈപ്പ് സെലക്ട് ചെയ്യാം. ഇവിടെ 100% ഡിഡക്ഷൻ വിത്തൗട്ട് ക്വാളിഫയിങ് ലിമിറ്റ് ആണ്. നമ്മളിവിടെ CM കെയേഴ്സ് ഫണ്ടിലോട്ടുള്ള ഒരു ഡൊണേഷനാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ പാൻ നമ്പർ കൊടുക്കുക, നെയിം കൊടുക്കുക, അഡ്രസ്സ്, അതുപോലെ ഡിസ്ട്രിക്റ്റ്, പിൻകോഡ് കൊടുത്ത് ഡൊണേഷന് നമുക്ക് ഏത് മോഡിലാണ് കൊടുത്തതെന്ന് കൊടുക്കാവുന്നതാണ്. 2000 രൂപയിൽ കൂടുതലുള്ള ഡൊണേഷൻസ് ക്യാഷിലാണെങ്കിൽ ഡിഡക്ഷൻ ലഭിക്കില്ല. അത് മോഡിലാണെങ്കിൽ മാത്രമേ ഡിഡക്ഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അത് ഫില്ല് ചെയ്ത് നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. ഫോം 16 കാണിച്ചതിനേക്കാട്ടിൽ കൂടുതലായിട്ട് എന്തെങ്കിലും നമ്മൾ ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാണിംഗ് കാണാം. അതുപോലെ തന്നെ ബാക്കി ഫോം 16 നിന്ന് എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എമൗണ്ട് നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത്
വ്യത്യാസം വന്നാൽ അവിടെ നമുക്കൊരു വാർണിംഗ് കാണിക്കുന്നതാണ്. ഓക്കെ, അതിന് ശേഷം നമുക്കിത് കൺഫേം ചെയ്യാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ. അത് കൺഫേം ചെയ്ത് കഴിയുമ്പോൾ ടാക്സസ് പെയ്ഡ് വരും. അവിടെ നിങ്ങളുടെ TDSൻ്റെ ഡീറ്റെയിൽസ്, TCSൻ്റെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ അഡ്വാൻസ് ടാക്സ് ഡീറ്റെയിൽസ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം TDSൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. TDSൻ്റെ പേജ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ TDS ഓട്ടോ ഫില്ലായി വന്നിരിക്കുന്നത് കാണാം. ഇതിലെന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ എഡിറ്റ് ബട്ടണും ഡിലീറ്റ് ബട്ടണും ആക്റ്റീവ് ആവും. അപ്പോൾ നമുക്കിവിടെ വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാവുന്നതാണ്. എഡിറ്റ് കൊടുക്കുക. ഇവിടെ ടാൻ വന്നിട്ടുണ്ട്. നെയിം ഓഫ് ദി ഡിഡക്ടർ നമുക്ക് കൊടുക്കാവുന്നതാണ്. അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ സാലറിയുടെ എമൗണ്ട് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. ഫോം 16 അനുസരിച്ച് സാലറിയുടെ എമൗണ്ട് എത്രയാണ് വരുന്നതെന്ന് വെച്ചാൽ അതിവിടെ കൊടുക്കാവുന്നതാണ്. അതുപോലെ TDSൻ്റെ എമൗണ്ട് കറക്ഷൻ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. ഫോം 26A എമൗണ്ടുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അത് കൊടുത്ത് നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. ഇത് കൂടാതെ വേറെ ഏതെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് അനദർ കൊടുത്ത് നമുക്കിവിടെ ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ കൺഫേം കൊടുക്കുക. ഇപ്പോൾ TDSൻ്റെ ഭാഗം കൺഫേം കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ടോട്ടൽ ടാക്സ് ലയബിലിറ്റിയുടെ കോളം ആക്റ്റീവായി വരും. അവിടെ നമുക്ക് ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം അതുപോലെ കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സ് എന്നിവ കാണാൻ കഴിയും. ഇവിടെ നിങ്ങൾക്ക് റിലീഫ് അണ്ടർ സെക്ഷൻ 89 കാണാൻ കഴിയും. അതായത് സാലറിയുടെയൊക്കെ അരിയർ ഉണ്ടെങ്കിൽ ആ റിലീഫിൻ്റെ എമൗണ്ട് നമുക്ക് ഇവിടെയാണ് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. ഫോം 10 ഫില്ല് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെ ഇത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺഫേം ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മളിവിടെ എല്ലാ ടേബിളും ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എല്ലായിടത്തും നിങ്ങൾക്ക് കൺഫേംഡ് എന്ന് കാണാം. അതിനുശേഷം നിങ്ങൾക്ക് പ്രൊസീഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ടാക്സ് പേയബിൾ ആണ് വരുന്നതെങ്കിൽ എങ്ങനെയാണ് ടാക്സ് അടയ്ക്കേണ്ടതെന്ന് കാണിച്ചു തരാം. ഗൂഗിളിൽ നിങ്ങൾ online-services.tin.egov.nstl.com എന്ന് സെർച്ച് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ടാക്സ് അടയ്ക്കാനുള്ള ചെല്ലാൻ ലഭിക്കുന്നതാണ്. ചെല്ലാൻ നമ്പർ 280 ആണ് വരുന്നത്. ഇവിടെ ടാക്സ് ആപ്ലിക്കബിൾ നമുക്ക് ഇൻകം ടാക്സ് സെലക്ട് ചെയ്യുക. ടൈപ്പ് ഓഫ് പേയ്മെൻറ്റ് സെൽഫ് അസസ്മെൻറ്റ് ടാക്സ് സെലക്ട് ചെയ്യുക. മോഡ് ഓഫ് പേയ്മെൻറ്റ് സെലക്ട് ചെയ്യുക. അതുപോലെ പാന്, നമ്മളുടെ അഡ്രസ്സ്, ഇമെയിൽ, മൊബൈൽ എന്നിവ സെലക്ട് ചെയ്ത് പ്രൊസീഡ് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ ടാക്സ് അടയ്ക്കാവുന്നതാണ്. ടാക്സ് അടച്ച് ആ ചെല്ലാൻ്റെ ഡീറ്റെയിൽസ് നമ്മളിവിടെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ടാക്സ് പെയ്ഡ് എന്ന് പറയുന്ന ടാബിൽ ഇവിടെ നിങ്ങൾക്ക് അഡ്വാൻസ് ടാക്സ് ആൻഡ് സെൽഫ് അസസ്മെൻറ്റ് ടാക്സ് പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാൻ കാണാം. അവിടെ ആഡ് അനദർ കൊടുത്ത് ഈ ചെല്ലാൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ BSR കോഡ്, ചെല്ലാൻ നമ്പർ, ഡേറ്റ്, എമൗണ്ട് എന്നിവ ഫില്ല് ചെയ്ത് ആഡ് കൊടുക്കാവുന്നതാണ്. ടാക്സ് പേയബിൾ ഉള്ള ഒരാളുടെ ആണ് നമ്മളിപ്പോൾ കാണിച്ചത്. ഇനി റീഫണ്ട് ഉള്ള ഒരാളാണെങ്കിൽ ഈ ടാക്സ് പേയബിളിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ റീഫണ്ട് എമൗണ്ട് കാണാൻ കഴിയും. ITR സബ്മിറ്റ് ചെയ്യുന്നതിന് മുൻപ് ടാക്സ് പേയബിൾ 0 ആണെന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം നമുക്ക് പ്രിവ്യൂ റിട്ടേൺ കൊടുക്കാവുന്നതാണ്. റീഫണ്ട് ആണെങ്കിൽ റീഫണ്ടിൻ്റെ എമൗണ്ട് കറക്റ്റ് ആണെന്ന് ഉറപ്പാക്കുക. പ്രിവ്യൂ റിട്ടേൺ കൊടുക്കുമ്പോൾ ഇതൊരു വെരിഫിക്കേഷൻ പേജിലേക്കാണ് പോകുന്നത്. അവിടെ നമുക്ക് ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് പ്രൊസീഡ് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് റിട്ടേണിൻ്റെ ഒരു പ്രിവ്യൂ കാണാവുന്നതാണ്. പ്രിവ്യൂവിൽ എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് ആണെന്നുള്ളത് ചെക്ക് ചെയ്യുക. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനും പ്രിൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഡീറ്റെയിൽസ് എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം പ്രൊസീഡ് ടു വാലിഡേഷൻ കൊടുക്കുക. വാലിഡേഷൻ സക്സസ് ആയി കഴിഞ്ഞാൽ നമുക്ക് പ്രൊസീഡ് ടു വെരിഫിക്കേഷൻ കൊടുക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് വാലിഡേഷൻ സക്സസ്ഫുൾ എന്ന് കാണാം. പ്രൊസീഡ് ടു വെരിഫിക്കേഷൻ കൊടുക്കാം. നമുക്ക് വെരിഫിക്കേഷന് 3 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നെങ്കിൽ ഇപ്പം തന്നെ വെരിഫൈ ചെയ്യാം, അല്ലെങ്കിൽ പിന്നീട് വെരിഫൈ ചെയ്യാം,
അതല്ലെങ്കിൽ നമുക്ക് ITRV 120 ദിവസത്തിനകം CPC ബാംഗ്ലൂരിലേക്ക് സ്പീഡ് പോസ്റ്റായോ ഓർഡിനറി പോസ്റ്റായോ അയച്ചു കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ E-Verify ലേറ്റർ ആണ് കൊടുക്കുന്നത്. അത് കൊടുത്ത് കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം നമുക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് വരുന്നതാണ്. ആയി കഴിയുമ്പോൾ നമുക്ക് യുവർ റിട്ടേൺ ഹാസ് ബീൻ സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്ന് കാണാം. ഇവിടെ നിങ്ങൾക്ക് ITRV ഡൗൺലോഡും ചെയ്യാവുന്നതാണ്. അതേസമയം E-Verify നൗ ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ പല ഓപ്ഷൻസ് കാണാം. ആധാർ OTP ഉപയോഗിച്ച് നമുക്ക് E-Verify ചെയ്യാം, അല്ലെങ്കിൽ ഡിജിറ്റൽ സിഗ്നേച്ചർ ഉപയോഗിച്ച് ചെയ്യാം. ബാങ്ക് അക്കൗണ്ട് പ്രീ വാലിഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപയോഗിച്ചൊക്കെ നമുക്ക് E-Verify ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാനിപ്പോൾ ആധാർ OTP ഉപയോഗിച്ച് E-Verify ചെയ്യാൻ കൊടുക്കുകയാണ്. അത് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക. ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് ജനറേറ്റ് ആധാർ OTP കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് ആധാർ OTP അടിച്ചു കൊടുത്ത് കണ്ടിന്യൂ വാലിഡേറ്റ് കൊടുക്കാവുന്നതാണ്. കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ITR അക്നോളജ്മെൻറ്റ് ലഭിക്കുന്നതാണ്. അതുപോലെ ITR അക്നോളജ്മെൻറ്റ് പിന്നീട് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വ്യൂ ഫയൽഡ് റിട്ടേണിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് റെസിപ്റ്റ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ITR അക്നോളജ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ITR സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് E-Verify ചെയ്യാനായിട്ട് ഒരു കാരണവശാലും മറക്കരുത്. അങ്ങനെ മറന്നുപോയി കഴിഞ്ഞാൽ നമ്മുടെ ITR ഇൻവാലിഡ് ആയി പോകുന്നതാണ്. ഒന്നെങ്കിൽ E-Verify ചെയ്യുക, അതല്ല എന്നുണ്ടെങ്കിൽ 120 ദിവസത്തിനകം ഇത് സൈൻ ചെയ്ത് CPC ബാംഗ്ലൂരിലേക്ക് നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. ഇനി ITR അക്നോളജ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടോട്ടൽ ടാക്സ് പെയ്ഡ്, ടോട്ടൽ ഇൻകം എന്നിവയൊക്കെ കാണാൻ കഴിയുന്നതാണ്. വെരിഫൈ ചെയ്യുകയാണെങ്കിൽ ഡു നോട്ട് സെൻഡ് ദിസ് അക്നോളജ്മെൻറ്റ് ടു CPC ബാംഗ്ലൂർ എന്ന് നിങ്ങൾക്ക് ഈ അക്നോളജ്മെൻറ്റ് താഴെ എഴുതിയിരിക്കുന്നത് കാണാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. കൂടുതൽ പ്രയോജനപ്രദമായ മറ്റ് വീഡിയോയുമായിട്ട് കാണാം. നന്ദി.